ഈ കിഴക്കമ്പലത്തെ 2020 അതിഭയങ്കരമായി തിരിച്ചടി ഉണ്ടായി. ആ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയി. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. ആഴ്ച അവിടെ LDF ഉം UDF ഉം കൂടി ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. CPM-കാരൻ മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസ്സുകാരൻ മത്സരിക്കുന്ന സ്ഥലത്ത് CPM-ന് സ്ഥാനാർത്ഥിയില്ല. അങ്ങനെ രണ്ട് മുന്നണികളും ഒറ്റ കൈയായി മത്സരിച്ച് വേറൊരു സ്ഥലവും കേരള സംസ്ഥാനത്തുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് കിഴക്കമ്പലം മാത്രം. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുവെ ഉണ്ടായ ഒരു വലിയ സംസാര വിഷയം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുത്ത ഒരു പ്രൊജക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കിഴക്കമ്പലത്തെ 2020 അതിഭയങ്കരമായി തിരിച്ചടി ഉണ്ടായി. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയി. അതിന് യാതൊരു നിലനിൽപ്പുമില്ല എന്ന രീതിയിലാണ്. പക്ഷേ ഈ കണക്കുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് 2020 തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ചില മേഖലകളിൽ നല്ലപോലെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭാഗികമായിട്ട് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ അവർ മുന്നേറ്റം തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2020 സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കിഴക്കമ്പലമാണ്. കിഴക്കമ്പലത്താണ് അന്ന അലൂമിനിയം കമ്പനിയും അതുപോലെ കിറ്റെക്സും ഒക്കെ ഉള്ളത്. അവിടെയാണ് സാബു M. ജേക്കബിൻ്റെ തട്ടകം. കിഴക്കമ്പലത്ത് അവർക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകൾ കുറച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, അവിടെ LDF ഉം UDF ഉം കൂടി ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ കൈപ്പത്തിയിൽ മത്സരിക്കുകയോ ഒറ്റ CPM-കാരൻ അരിവാൾ ചുരുന്ന നക്ഷത്രത്തിൽ മത്സരിക്കുകയോ ചെയ്തില്ല. ഇവരൊക്കെ സ്വതന്ത്രന്മാരായിട്ട് മത്സരിച്ചു. CPM-കാരൻ മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസ്സുകാരൻ മത്സരിക്കുന്ന സ്ഥലത്ത് CPM-ന് സ്ഥാനാർത്ഥിയില്ല. അങ്ങനെ രണ്ട് മുന്നണികളും ഒറ്റ കൈയായി മത്സരിച്ച് വേറൊരു സ്ഥലവും കേരള സംസ്ഥാനത്തുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് കിഴക്കമ്പലം മാത്രമാണ്. അത്രയും വലിയ എതിർപ്പായിരുന്നു. ജനകീയ മുന്നണി എന്നൊക്കെയാണ് അവർ പേരിട്ട്. എന്നിട്ട് പോലും അവിടെ 2020 ഭരണം നിലനിർത്തി. അവരാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അവർക്ക് അവിതർക്കിതമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. കേവല ഭൂരിപക്ഷത്തിൽ കൂടുതൽ മെമ്പർമാരെ വിജയിപ്പിക്കാൻ 2020 സാധിച്ചു. അപ്പോൾ കിഴക്കമ്പലം അവർ നിലനിർത്തി. സീറ്റുകൾ ഏതാനും നഷ്ടപ്പെട്ടു എന്നുള്ളൂ. തൊട്ടടുത്തുള്ള മറ്റൊരു പഞ്ചായത്താണ് മഴുവന്നൂർ. മഴുവന്നൂർ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ 2020 ജയിച്ചാണ്. ഇത്തവണ അത് നഷ്ടപ്പെട്ടു. അവിടെ പ്രധാന പ്രതിപക്ഷമായിട്ട് അവർ ഒതുങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ എറണാകുളം ജില്ല പ്രത്യേകിച്ചും UDF-ൻ്റെ ഒരു വലിയ കോട്ടയാണ്. കേരള സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാർക്ക് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചാൽ ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെ പിന്തുണ കൂടാതെ ജയിക്കാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു ജില്ല ഉണ്ടെങ്കിൽ അത് എറണാകുളം ജില്ലയാണ്. അതിൽ തന്നെ ഒരു ഹൃദയഭൂമി എന്ന് പറയുന്ന പ്രദേശമാണിത്. കിഴക്കമ്പലം ഉൾപ്പെടുന്ന കുന്നത്തുകാട് മണ്ഡലം, അതിൻ്റെ അടുത്തുള്ള പെരുമ്പാവൂർ മണ്ഡലം, തൊട്ടിപ്പുറത്തുള്ള അങ്കമാലി, ആലുവ, ആ പ്രദേശങ്ങൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഹൃദയഭൂമി എന്ന് പറയാവുന്ന, BJPക്ക് ഗാഞ്ചറ്റിക് പ്ലെയിൻ പോലെയുള്ള സ്ഥലമാണ് കുന്നത്തുനാട് മണ്ഡലം. അവിടെയാണ് മഴുവന്നൂർ. അവിടെ സ്വാഭാവികമായിട്ടും ഈ ജില്ലയിൽ പൊതുവെ ആഞ്ഞടിച്ച ഒരു UDF തരംഗം, കോൺഗ്രസ് തരംഗം അവിടെ ബാധിച്ചു. അങ്ങനെ മഴുവന്നൂരിലെ ഭരണം 2020 നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു എന്ന് പറയാം. തൊട്ടടുത്തുള്ള മറ്റൊരു പഞ്ചായത്താണ് തിരുവാണിയൂർ. തിരുവാണിയൂർ പഞ്ചായത്ത് UDF ആണ് ഭരിച്ചത്. മുമ്പ് LDF-ഉം ഭരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് 2020 വന്നിരിക്കുകയാണ്. ഈ വരുന്ന ദിവസം പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് 2020 നിന്നായിരിക്കും. കാരണം LDF-നും UDF-നും ഒരുമിച്ച് ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാനും പറ്റിയില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. വെങ്ങോല പഞ്ചായത്തിൽ നേരത്തെ തന്നെ 2020 ഭാഗികമായ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെങ്ങോല എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കിഴക്കമ്പലത്തോട് ചേർന്ന് കിടക്കുന്ന, പെരുമ്പാവൂരിനും കിഴക്കമ്പലത്തിനും ഇടയ്ക്കുള്ള ഒരു പഞ്ചായത്താണ്. അവിടുത്തെ സ്ഥിതി ബെന്നി ബെഹനാൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. ബെന്നിയുടെ ഏറ്റവും വലിയ എതിരാളിയാണ് സാബു, അഥവാ സാബുവിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയും ശത്രുവുമാണ് ബെന്നി ബെഹൻ. ശരിക്കും ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പർദ്ധയിൽ നിന്നാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവാട്ടെ, ഇപ്പോൾ ബെന്നി ബെഹനാൻ്റെ തട്ടകത്തിൽ ഭാഗികമായ വിജയം നേടാനേ സാബുവിന് സാധിച്ചിട്ടുള്ളൂ. അവിടെയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഒരു കോട്ടയും കൊത്തളവുമാണ് വെങ്ങോല പഞ്ചായത്ത്. പിന്നെ പൂതൃക്ക പഞ്ചായത്താണ്. പൂതൃക്കയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവൻ സാധിച്ചിട്ടില്ല. അത് നമ്മുടെ കുന്നത്തുകാട് മണ്ഡലത്തിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലമാണ് കോലഞ്ചേരി. കോലഞ്ചേരിയുടെ വേറെ പേരാണ് പൂതൃക്ക. പൂതൃക്ക പഞ്ചായത്തിൽ UDF ആണ് മുന്നിലെത്തിയിട്ടുള്ളത്. LDF-നും 2020 ഏതാണ്ട് തുല്യ സീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് അവരെ സംബന്ധിച്ചോളം ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഒരു വിജയവും പരാജയവും എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെ അത്രയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവർ മറ്റ് മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ വക്കീലാഫീസിൽ ഇരിക്കുന്ന സ്ഥലത്തുമൊക്കെ മാങ്ങ അടയാളത്തിലുള്ളൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊച്ചി കോർപ്പറേഷനിൽ പാറയത്തൊക്കെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചു. അവിടെ ഒരു ഡിവിഷൻ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ പട്ടണപ്രദേശങ്ങളിലേക്ക് 2020 ഫലവത്തായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതായിരിക്കും, അതായത് UDFനും LDFനും BJPക്കും എതിരെ, അല്ലെങ്കിൽ ഇതിനൊന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ബദൽ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനാണ് സാബു നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് ഭാഗികമായ വിജയം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതുപോലെ കുന്നത്തുകാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കുന്നത്തുകാട് ശക്തമായിട്ട് മത്സരിച്ചു. അടുത്തുള്ള പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മുതലായ മണ്ഡലങ്ങളൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി. അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികൾ അതിൻ്റെ ജയാപജയങ്ങളിൽ വലിയ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി കണ്ടവാനം വോട്ട് പിടിച്ചുകൊണ്ടാണ് പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭൂരിപക്ഷം 2000 കുറഞ്ഞത്. ഒരുപക്ഷെ കുന്നപ്പള്ളി തോറ്റുപോകാൻ പോലും സാധ്യത. ആ സീറ്റ് LDF ഇന്ന് CPM സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. അവിടെ കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തുകൊണ്ട് മാർക്സിസ്റ്റുകാർ കുറേ പേര് കാലുവാരി ഈ എൽദോസ് കുന്നപ്പള്ളിയെ BJPക്കാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ കുഴൽനാടൻ ജയിച്ചതും എൽദോ എബ്രഹാം തോറ്റതും. അവിടെ ദോഷം ചെയ്തത് LDFനായിരുന്നു, UDFനായിരുന്നില്ല. കോതമംഗലത്ത് മറിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി, ഈ സാബുവിൻ്റെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ അവിടെ UDF സ്ഥാനാർത്ഥി തോറ്റുപോയി. LDFിലെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിച്ചു. ആൻ്റണി ജോൺ വീണ്ടും വിജയിച്ചത് 2020യുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടാണ്. കുന്നത്തുനാടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചെങ്കിലും 3ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ 2020യുടെ സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ടാണ് PV ശ്രീനിജൻ വിജയിച്ചത്. കോൺഗ്രസ്സുകാരനായ നമ്മുടെ സജീന്ദ്രൻ തോറ്റത്. PV ശ്രീനിജൻ ജയിച്ചപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ ഭസ്മാസുരന് വരം കൊടുത്ത പരമശിവൻ്റെ അവസ്ഥയിലായി. സാബു സ്ഥാനാർത്ഥി നിർത്തി പണം ചെലവഴിച്ച് ശ്രീനിജനെ വിജയിപ്പിച്ചുകൊണ്ട് ശ്രീനിജൻ സാബുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ തന്നെ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകേണ്ട ദുര്യോഗവും ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സാബു കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും ഭാവിയിലേക്ക് ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് വിവേകപൂർവമായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രാദേശിക ശക്തി എന്നുള്ള നിലയ്ക്ക് 2020ക്ക് നിലനിൽക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്.